വയനാട് തുരങ്കപാത യാഥാർത്ഥ്യത്തിലേക്ക് നീങ്ങുമ്പോൾ സംസ്ഥാന സർക്കാരിന്റെ നിശ്ചയദാർഢ്യത്തെ പുകഴ്ത്തി മന്ത്രിമാരും ജനപ്രതിനിധികളും. തുരങ്കപാതയ്ക്ക് ആശംസകൾ നേർന്ന് പ്രിയങ്ക ഗാന്ധിയുടെ സന്ദേശവും എത്തി. നാടിന്റെ വികസനത്തിനായി കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒരുമിച്ച കാഴ്ചയാണ് നിർമ്മാണ ഉദ്ഘാടന ചടങ്ങിൽ കണ്ടത്. വയനാട് തുരങ്കപാത എന്ന വലിയ സ്വപ്നം യാഥാർത്ഥ്യമാക്കുകയാണ് ഇടത് സർക്കാരെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. കേവലം തറക്കല്ലിടൽ മാത്രമല്ല ഇടതു സർക്കാരിന്റെ നയം. കരാറുറപ്പിച്ച് അന്തിമ അനുമതി വരെ നൽകി പ്രവൃത്തി യാഥാർത്ഥ്യമാക്കുന്ന സർക്കാരാണ് ഇതെന്നും മന്ത്രി വ്യക്തമാക്കി. പണം അനുവദിച്ചു എന്ന് പറഞ്ഞ് ഒരു പ്രഖ്യാപനം നടത്തി ഉദ്ഘാടനം നടത്തലല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രീതി എന്ന് വ്യക്തമാക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് കോൺട്രാക്ട് കൊടുത്തിരിക്കുന്നു. 2 കോൺട്രാക്ടർമാരാണ് പ്രധാനമായും. അതിൻ്റെ ടണലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. നേരത്തെ ഈ രംഗത്ത് എക്സ്പെർട്ടൈസ് ഉള്ള സ്ഥാപനങ്ങളെ നോക്കി പ്രീ ക്വാളിഫൈ ചെയ്ത് ടെൻഡർ വിളിച്ച് അതും ഫൈനലൈസ് ചെയ്തിട്ടാണ്. അല്ലാതെ ഒരു തറക്കല്ലിട്ടിട്ട് പോയിട്ട് പിന്നീട് അത് നടക്കാത്ത അവസ്ഥ ഉണ്ടാവരുത് എന്നുറപ്പ് ഈ ഗവൺമെന്റിനുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാജ്യത്തിന്റെ തന്നെ പശ്ചാത്തല വികസനത്തിന് മുതൽക്കൂട്ടാവുന്ന പദ്ധതിയാണിതെന്ന് ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. അസാധ്യമെന്ന് കരുതിയത് സാധ്യമാക്കിയ സർക്കാരാണ് പിണറായിയുടേതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സംസ്ഥാനത്തിന്റെ പശ്ചാത്തല വികസന മേഖലക്ക് മാത്രമല്ല, നമ്മുടെ രാജ്യത്തിന്റെ തന്നെ പശ്ചാത്തല വികസന മേഖലക്കാകെ വലിയ പ്രതീക്ഷയും ആവേശവും നൽകുന്ന ഒരു പദ്ധതിയുടെ ആരംഭത്തിലാണ് നമ്മളെല്ലാവരും. 8.1 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ ഇരട്ട ടണൽ സാധ്യമാകാൻ വേണ്ടി പോകുന്നതോടുകൂടി കാലങ്ങളായി മനുഷ്യർ ആഗ്രഹിച്ച ഒരു പദ്ധതിയാണ് യാഥാർത്ഥ്യമാകാൻ വേണ്ടി പോകുന്നത്. വയനാട് അനുഭവിക്കുന്ന തീവ്രവേദനയിൽ വലിയ ആശ്വാസമായി തുരങ്ക പദ്ധതി മാറുമെന്ന് കൽപ്പറ്റ MLA T സിദ്ദിഖ് പറഞ്ഞു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടതായ ആനക്കാമ്പുയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത സമയബന്ധിതമായി നിർമ്മാണം പൂർത്തീകരിച്ച് 2030 ആകുമ്പോൾ വയനാട്ടിൽ നിന്ന് കോഴിക്കോടേക്ക് വിവിധ ആവശ്യങ്ങൾക്ക് മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ, റെയിൽവേ സ്റ്റേഷൻ ഉൾപ്പെടെ, എയർപോർട്ട് ഉൾപ്പെടെ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടം സൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ളത് ഏറെ ആശ്വാസകരമായ നടപടിയാണ്. പദ്ധതിക്ക് ഭാവുകങ്ങൾ നേർന്നുള്ള വയനാട് MP പ്രിയങ്ക ഗാന്ധിയുടെ സന്ദേശം വേദിയിൽ വായിച്ചു. പദ്ധതിക്കായി നടത്തിയ പരിശ്രമങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിന്റെ സന്തോഷമാണ് തിരുവമ്പാടി MLA ലിൻഡോ ജോസഫും മുൻ MLA ജോർജ് M തോമസും പങ്കുവച്ചത്. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.